ഒരു 20 വർഷം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. പറഞ്ഞു വരുന്നത് ഭാവിയിൽ ലോകം ചിലപ്പോൾ ഭരിക്കാൻ പോകുന്നത് ഇന്ത്യൻ വംശജരായിരിക്കും. ഒരുപക്ഷെ ജൂതന്മാര് ഇന്ന് ലോകത്ത് നിലനിർത്തുന്ന അവരുടെ സ്വാധീനത്തെ മറികടന്നുകൊണ്ട് ഇന്ത്യൻ വംശജർ ലോകത്തെ നിയന്ത്രിക്കാൻ പോകുന്ന ഒരു കാലഘട്ടത്തിലേക്കാണോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്? ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വിചിത്രമായ ഒരു വിഷയത്തെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ഇന്ത്യൻ ശക്തിയുടെ സപ്തധാരകൾ എന്ന് വിശേഷിപ്പിച്ച് വികസിത് ഭാരത് ലക്ഷ്യമാക്കിയിട്ടുള്ള 7 വികസന കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചത് എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിലൊന്നാമത്തേത് നിർമ്മാണശേഷി, 2 കാർഷിക മേഖലയും ഫുഡ് പ്രോസസ്സിംഗും, 3 സാങ്കേതിക വിദ്യയും നവീകരണവും, 4 PM ഗതിശക്തി അഥവാ അടിസ്ഥാന സൗകര്യങ്ങൾ, 5 പ്രതിരോധ ശേഷി, 6 ഗ്രീൻ ആൻഡ് ബ്ലൂ എക്കണോമി, 7 സോഫ്റ്റ് പവർ. നമ്മൾ പലപ്പോഴായിട്ട് വീഡിയോകളിൽ സംസാരിച്ചിട്ടുള്ള കാര്യമാണ് ഈ സോഫ്റ്റ് പവറിനെ കുറിച്ച്. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെക്കുക. എങ്ങനെയാണ് ഇന്ത്യൻ വംശജർ ലോകത്തെ കീഴടക്കാൻ പോകുന്നത് എന്നത് സോഫ്റ്റ് പവറിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത്. നരേന്ദ്രമോദി മുന്നോട്ട് വെച്ച 2047 ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതികളിൽ നിർമ്മാണശേഷി അഥവാ മാനുഫാക്ചറിംഗ് പവർ എന്ന നിലയ്ക്ക് ഇന്ത്യ വേഗത്തിൽ വളരുകയാണ്. ഉൽപ്പന്നങ്ങളുടെ ഡിസൈൻ മുതൽ വിപണിയിൽ എത്തിക്കുന്നത് വരെയുള്ള ആഗോള സപ്ലൈ ചെയിൻ കെട്ടിപ്പൊക്കുക എന്നതാണ് ഇതിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നത്. രണ്ടാമത് കാർഷിക മേഖലയും ഫുഡ് പ്രോസസ്സിംഗും, ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുക, ഇന്ത്യൻ ധാന്യങ്ങൾക്കും സുഗന്ധവ്യഞ്ജനങ്ങൾക്കും അന്താരാഷ്ട്ര വിപണിയിൽ ബ്രാൻഡ് മൂല്യം സൃഷ്ടിക്കുക എന്നതൊക്കെയാണ് അതിന്റെ ലക്ഷ്യം. മൂന്നാമതായിട്ട് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ. ഇതില് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സ്പേസ്, റോബോട്ടിക്സ്, 6G, മെയ്ഡ് ഇൻ ഇന്ത്യ തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയെ ഒരു ആഗോള ഇന്നോവേഷൻ ഹബ്ബാക്കി മാറ്റുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. PM ഗതിശക്തി അടിസ്ഥാന സൗകര്യങ്ങൾ, അതായത് അതിവേഗ റെയിൽ ശൃംഖലകൾ, ആധുനിക ഹൈവേകൾ, ജലപാതകൾ, തടസ്സമില്ലാത്ത യാത്രാ ചരക്ക് ഗതാഗതം ഉറപ്പാക്കുകയൊക്കെയാണ് ഇതിന്റെ ലക്ഷ്യം. അടുത്തത് പ്രതിരോധ ശേഷിയാണ്. ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യ, ഡ്രോണുകൾ, സൈബർ സുരക്ഷ തുടങ്ങിയ എല്ലാ മേഖലയിലും സ്വയം പര്യാപ്തത കൈവരിക്കുകയും ഇന്ത്യയെ ഒരു പ്രമുഖ ആയുധ കയറ്റുമതി രാജ്യമാക്കി മാറ്റുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. അടുത്തത് ഗ്രീൻ ആൻഡ് ബ്ലൂ ഇക്കണോമിയാണ്. ഹരിത ഹൈഡ്രജൻ, പുനരുപയോഗ ഊർജം എന്നിവയിലൂടെ സുസ്ഥിര വികസനം നേടുക. കൂടാതെ സമുദ്ര സമ്പത്തും തീരദേശ ടൂറിസവും പരമാവധി പ്രയോജനപ്പെടുത്തുക. ഏഴാമത്തേതാണ് സോഫ്റ്റ് പവർ. കലാ, സംസ്കാരം, ടൂറിസം, യോഗ, ആനിമേഷൻ, അന്താരാഷ്ട്ര കായിക മാമാങ്കങ്ങൾ എന്നിവയിലൂടെ ഇന്ത്യയുടെ ആഗോള സ്വാധീനം വർദ്ധിപ്പിക്കുക. ഈ സോഫ്റ്റ് പവർ ഇന്ത്യക്ക് വർദ്ധിക്കുന്നതിൽ, അല്ലെങ്കിൽ ഇന്ത്യ ഒരു കൂടുതൽ ശക്തമായിട്ടുള്ള ഒരു സോഫ്റ്റ് പവർ ഉള്ള രാജ്യമായിട്ട് മാറുന്നതിൽ ഇന്ത്യൻ ഡയസ്പോറ അഥവാ പ്രവാസി സമൂഹം വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പല രീതിയിലാണ് നമ്മുടെ രാജ്യം വളരുന്നത്. നമ്മൾ ഒരിക്കലും ചൈനീസ് മോഡലാണ് ഇന്ത്യ അഡോപ്റ്റ് ചെയ്തതെന്ന് ആരും വിചാരിക്കരുത്. ഇന്ത്യ യുണീക്ക് ആയിട്ടുള്ള ഒരു വഴിയിലൂടെയാണ് നമ്മുടെ വികസനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ചൈനീസ് മോഡലോ ജാപ്പനീസ് മോഡലോ കൊറിയൻ മോഡലോ വെസ്റ്റേൺ മോഡലോ അല്ല ഇന്ത്യ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യ തങ്ങളുടെ തനത് പാരമ്പര്യവും സംസ്കാരവും ഒക്കെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ആധുനിക പുരോഗതി ലക്ഷ്യമിട്ടുകൊണ്ട് സാങ്കേതിക വിദ്യയെ വികസിപ്പിച്ചുകൊണ്ട് അതിന്റെ സഹായത്തോടെ ഒരു വലിയ ശക്തിയായിട്ട് മാറാൻ ശ്രമിക്കുകയാണ്. നമ്മൾ 2 രീതിയിൽ വലിയ ശക്തിയാവും. ഒന്ന്, ഒരു രാജ്യം എന്ന നിലയ്ക്ക്. 2, നമ്മുടെ രാജ്യത്തെ മനുഷ്യർ, അതായത് ഒരു വംശം എന്ന നിലയ്ക്ക് നമ്മൾ ശക്തമാകും. ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളുടെ ഒരു വംശം, ആ നിലയ്ക്ക് നമ്മൾ ശക്തമാകും. ഇതിൽ ആദ്യത്തേത് നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഇസ്രായേലും ആയിട്ടും ജൂതന്മാരുമായിട്ടാണ്. ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം വളരെ ചെറുതാണ്. അവരുടെ സൈനിക ശക്തിയാണെങ്കിലും താരതമ്യേന ചെറുതാണ്. പക്ഷെ എങ്ങനെയാണ് ഇസ്രായേൽ ഒരു വലിയ ശക്തിയായിട്ട് നിലനിൽക്കുന്നതെന്ന് അറിയാമോ? അതിന്റെ പുറകിലാണ് ജൂതന്മാരായിട്ടുള്ള പ്രവാസ സമൂഹം. അതായത് ഇസ്രായേൽ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ജൂതന്മാരുള്ളത് അമേരിക്കയിലാണ്. പിന്നീട് അവർ യൂറോപ്പിലുണ്ട്, ഈവൻ റഷ്യയിൽ പോലുമുണ്ട്. ലോകത്തെ പ്രധാന ശക്തികളിലെല്ലാം തന്നെ എല്ലാ രാജ്യങ്ങളും എടുത്തു നോക്കിയാൽ അവിടെയൊക്കെ നമുക്ക് ജൂത സാന്നിധ്യം കാണാം. ജൂതന്മാരവിടെ വെറും സാധാരണക്കാരല്ല, അവിടുത്തെ വമ്പൻ ബിസിനസ് സംരംഭകരോ ഒരു രാജ്യത്തിന്റെ തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന ശക്തികളോ ആണ്. അമേരിക്ക എന്തുകൊണ്ടാണ് ഇത്രയും ഇസ്രായേലിന് വേണ്ടിയിട്ട് ഫേവർ ചെയ്യുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? കാരണം അമേരിക്കൻ രാഷ്ട്രീയത്തിലും അമേരിക്കയുടെ സാമ്പത്തിക മേഖലയിലും ജൂത സമൂഹം അത്രത്തോളം പവർഫുൾ ആണ്. ഒരു രാജ്യം എന്ന നിലയിൽ ജൂത രാഷ്ട്രമായ ഇസ്രായേൽ വളരെ ചെറുതാണ്, പോപ്പുലേഷൻ കുറവാണ്, വലിപ്പം കുറവാണ്, സൈനിക ശക്തിയും കമ്പാരിറ്റീവ്ലി കുറവാണ്.
എന്നാൽ ഒരു സമൂഹം എന്ന നിലയിൽ, ഒരു വംശം എന്ന നിലയിൽ ജൂതന്മാർ വളരെ പവർഫുൾ ആണ്. ഏറ്റവും ശക്തമായ രാജ്യങ്ങളെ പോലും നിയന്ത്രിക്കാൻ തക്കവിധം ശക്തമാണ്. അതുകൊണ്ടാണ് ജൂത രാഷ്ട്രമായ ഇസ്രയേൽ ആരെയും കൂസാതെ ഇത്രയും ശക്തമായിട്ട് നിലനിൽക്കുന്നത്. ഇത് ഞാൻ മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞൊരു കാര്യമാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഇന്ത്യയുടെ സാഹചര്യമുണ്ട്. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ പ്രവാസ സമൂഹമുള്ളത് ഇന്ത്യക്കാണ്. അതായത് ഇന്ത്യൻ വംശജരായ മനുഷ്യർ ലോകത്തെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലുമുണ്ട്. എന്തിന്? ചൈനയിൽ വരെയുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്തെ ഏത് രാജ്യത്ത് പോയാലും മോദിയെ സ്വീകരിക്കാൻ നൂറുകണക്കിന് ഇന്ത്യൻ വംശജരാണ് തടിച്ചുകൂടുന്നത്. ചില രാജ്യങ്ങളിൽ അത് 1000-ഓ 10,000-ഓ ലക്ഷമോ ആണ്. എന്തുകൊണ്ടാണ്? ഇന്ത്യൻ വംശജർ ലോകത്തൊട്ടുമിക്ക സ്ഥലങ്ങളിലും ഉള്ളതുകൊണ്ടാണ്. ഇന്ത്യൻ വംശജർ എന്ന് പറയുന്നത് വെറുതെ അവിടെ അഭയാർത്ഥികളായി പോയി കിടക്കുന്നവരല്ല. ഇപ്പോൾ ഏഷ്യയിലെ പല രാജ്യങ്ങളെടുത്താൽ ബംഗ്ലാദേശ് ആയിക്കോട്ടെ, മ്യാൻമാർ ആയിക്കോട്ടെ, പാകിസ്ഥാൻ ആയിക്കോട്ടെ, ഇറാൻ ആയിക്കോട്ടെ, ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള മനുഷ്യർ ലോകത്തെ പലയിടങ്ങളിലുമുണ്ട്. പക്ഷെ മെജോറിറ്റിയും അഭയാർത്ഥികളായിട്ടൊക്കെ പോയവരാണ്. എന്നാൽ ഇന്ത്യക്കാർ അങ്ങനെയല്ല. മെജോറിറ്റി ഇന്ത്യക്കാരും നിയമാനുസൃതമായിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറിയവരാണ്. ഇങ്ങനെ കുടിയേറിയവര് അവരുടെ കഴിവുകൊണ്ട് വളരെ ഉയർന്ന പദവികളിലാണ് ജോലി ചെയ്യുന്നത്. പല രാജ്യങ്ങളിലെയും രാഷ്ട്രീയ പദവികളിലോ അതല്ലെങ്കിൽ വമ്പൻ സ്വകാര്യ കമ്പനികളുടെ തലപ്പത്തോ അടക്കം ഇന്ത്യക്കാരെ കാണാം. ഗൂഗിളും മൈക്രോസോഫ്റ്റും ഒക്കെ ചെറിയ ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. നൂറുകണക്കിന് പ്രധാനപ്പെട്ട അമേരിക്കൻ കമ്പനികളിലും യൂറോപ്യൻ കമ്പനികളിലും ഒന്നിൽ തലപ്പത്ത് അല്ലെങ്കിൽ തൊട്ടടുത്ത സ്ഥാനങ്ങളിൽ ഇന്ത്യക്കാരുണ്ട് എന്നുള്ളതാണ്. സോ പതിയെ 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 ഇന്ത്യൻ വംശജർ ലോകത്തൊട്ടാകെ വർദ്ധിക്കുന്നതിനോടനുബന്ധിച്ച് സാമ്പത്തികമായും അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായും ഇന്ത്യക്കാര് പല രാജ്യങ്ങളിലും ഒരു പ്രധാന ശക്തിയായിട്ട് മാറുകയാണ്. ഇത് ഒരു കാലത്ത് ജൂതന്മാർക്ക് കിട്ടിയ ഒരു അഡ്വാൻറ്റേജ് ഇന്ത്യക്കും നൽകുന്നുണ്ട്. പല രാഷ്ട്രങ്ങളുടെയും തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന വിധത്തിൽ ഇന്ത്യൻ വംശജർ മാറിക്കഴിയുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യവുമായിട്ടുള്ള റിലേഷൻസ് പല രാജ്യങ്ങളും വളരെ ശക്തമാക്കി മാറ്റാൻ നിർബന്ധിതരാവും. പല വിഷയങ്ങളിലും ഇന്ത്യക്ക് വളരെ ശക്തമായിട്ട് നമ്മുടെ താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ നമ്മളെ ഇത് സഹായിക്കുകയും ചെയ്യും. മാത്രമല്ല, ഇന്ത്യയുടെ സോഫ്റ്റ് പവർ വർദ്ധിപ്പിക്കാൻ ഇന്ത്യൻ കൾച്ചർ, ഇന്ത്യൻ ഭാഷ, ഇന്ത്യയിലെ വിശ്വാസങ്ങൾ, ഇന്ത്യയിലെ ജീവിത രീതി ഇതെല്ലാം ലോകമൊട്ടാകെ പ്രചരിപ്പിക്കുന്നതിൽ ഇന്ത്യൻ പ്രവാസ സമൂഹം വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. സോ ഇത് ഭാവിയിൽ ഇന്ത്യയെ ഒരു വലിയ ശക്തിയാക്കി മാറ്റുന്നതിൽ ഒരു വലിയ പങ്ക് വഹിക്കുക തന്നെ ചെയ്യും. കാരണം ഭൂമിയിൽ ഏറ്റവും അധികം മനുഷ്യർ ജീവിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ലോകത്ത് ഏറ്റവും വലിയ പ്രവാസി സമൂഹമുള്ളതും ഇന്ത്യക്കാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ വിദേശ രാജ്യങ്ങളിലായിട്ട് കഴിയുന്നതും ഇന്ത്യൻ വംശജരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ സ്വാധീനം ഇനിയുള്ള നാളുകളിൽ വർദ്ധിക്കാൻ പോവുകയാണ്. സുപ്രധാനപ്പെട്ട പദവികളിലേക്ക് അവരെത്തും, സാമ്പത്തിക കേന്ദ്രങ്ങളിലേക്ക് അവരെത്തും, പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെ തലപ്പത്ത് അവരെത്തും. ഇത് ഇന്ത്യയെ കൂടുതൽ ശക്തമാക്കി മാറ്റാൻ പോവുകയാണ്. നമ്മൾ സ്വയം ഒരു രാജ്യം എന്ന നിലയിൽ വളരെ പവർഫുള്ളായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. വേൾഡിലെ 3rd ലാർജസ്റ്റ് എക്കണോമി ആയും 3rd പവർഫുൾ മിലിറ്ററി ആയിട്ടും ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായി തന്നെ ഇന്ത്യയുടെ പ്രവാസ സമൂഹവും ആഗോള തലത്തിൽ ശക്തമാവുകയാണ്. സോ ഇത് ഇന്ത്യക്ക് ഒരു ഡബിൾ എഞ്ചിൻ ഗവൺമെന്റ് എന്നൊക്കെ പറയുന്നത് പോലെ ഇന്ത്യക്ക് ഇരട്ട ശക്തി നൽകുന്ന ഒരു ഘടകമാണ്. എന്ന് വെച്ചാൽ രാജ്യത്തിനകത്തും പുറത്തും ഇന്ത്യ ശക്തമായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ പോപ്പുലേഷൻ കൂടി ഉള്ളതുകൊണ്ട് ഭാവിയിൽ ഇന്ത്യ ചിലപ്പോൾ ലോകത്തെ പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്ന, നിയന്ത്രിക്കുന്ന ശക്തികളിൽ ഒന്നായിട്ട് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.